ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച സഞ്ജു സാംസണിന് ടീമിലിനി പുതിയ റോൾ. 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ടീമിലേക്ക് എത്തിയതോടെ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായേക്കും. ശ്രേയസ് അയ്യരുടെ പുതിയ ടീം തന്ത്രങ്ങൾ സഞ്ജുവിൻ്റെ കരിയറിനെ എങ്ങനെ ബാധിക്കും? വിശദമായി നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ഗെയിംസിനുള്ള തയ്യാറെടുപ്പിലാണ്. സ്വർണ്ണ മെഡൽ നിലനിർത്തുക എന്ന ലക്ഷ്യവുമായി ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായ കിടിലൻ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല താരങ്ങളെയും പരിക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇത്തവണയും കപ്പിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷ. നിലവിൽ സ്വർണ്ണ മെഡൽ സാധ്യതയിൽ ഇന്ത്യ മുന്നിലാണുള്ളത്. ഇന്ത്യയുടെ തകർപ്പൻ താരനിരയിൽ നിന്ന് ആരൊക്കെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇതിൽ സഞ്ജു സാംസണിൻ്റെ ഓപ്പണർ റോളാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. സഞ്ജുവിന് ഇനി ഓപ്പണർ റോളിൽ എത്രത്തോളം അവസരം കിട്ടുമെന്നാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഓപ്പണിംഗിൽ മികച്ച റെക്കോർഡുണ്ട്. 2026 T20 ലോകകപ്പിലടക്കം സഞ്ജു കിടിലൻ പ്രകടനത്തോടെ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിച്ചത് ഓപ്പണർ റോളിൽ കളിച്ചാണ്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിന് റോൾ മാറ്റം അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും കളിക്കണമെന്ന പൊതു നിലപാട് ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. രണ്ടുപേരും കടന്നാക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണ്. വൈഭവ് സൂര്യവംശിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായം. ഇപ്പോഴേ വൈഭവിനെ വളർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ ഭാവിയിൽ T20 പകരം വെക്കാനില്ലാത്ത ഇതിഹാസമായി വൈഭവ് മാറാനുള്ള സാധ്യതകളും ഏറെയാണ്. നിലവിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുമ്പോൾ ഇതിന് സാധ്യതകൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ വൈഭവിനെ ഓപ്പണർ റോളിൽ വളർത്തുമ്പോൾ ഒരാളെ മാറ്റേണ്ടതുണ്ട്. ഇത് സഞ്ജുവാകാനാണ് കൂടുതൽ സാധ്യത. വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷൻ 3-ാം നമ്പറിൽ മികവ് കാട്ടുന്നുണ്ടെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസനെ പിടിച്ചു നിൽക്കാൻ റോൾ മാറ്റം അത്യാവശ്യമായിരിക്കുകയാണ്. എന്നാൽ ഇതൊട്ടും എളുപ്പമാകില്ലെന്നാണ് വസ്തുത. 3-ാം നമ്പറിൽ ഇഷാനും 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും 5-ാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയും കളിക്കും. ഇതിൽ സഞ്ജുവിനെ പഴയ പോലെ മധ്യനിരയിലേക്ക് എത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏഷ്യ കപ്പ് ഫൈനൽ മധ്യനിരയിൽ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചിരുന്നു. പാകിസ്ഥാനെതിരെ സഞ്ജു മധ്യനിരയിലാണ് കളിച്ചത്. അന്ന് നിർണായക പ്രകടനം നടത്താനും സഞ്ജുവിന് സാധിച്ചിരുന്നു. ഇതിനുശേഷം പിന്നീട് ഓപ്പണർ റോളിലേക്ക് മടങ്ങിയെത്താൻ സഞ്ജുവിന് കൂടുതൽ മികവ് കാട്ടാൻ കഴിയുക ഓപ്പണർ റോളിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിൽ ഒരു റോളിലേ കളിക്കുകയുള്ളൂ എന്ന് പറയാനാവില്ലെന്ന് സഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ സഞ്ജുവിനെ ഇനി 5-ാം നമ്പറിലേക്ക് കൊണ്ടുവന്നാൽ കരിയറിൽ വലിയ തിരിച്ചടി നേരിടാനാണ് കൂടുതൽ സാധ്യത. സഞ്ജുവിന് മധ്യനിരയിൽ കളിക്കുമ്പോൾ കുറച്ച് പന്തുകൾ മാത്രമാവും നേരിടാൻ ലഭിക്കുക. ഇതിൽ നിന്ന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുക വളരെ പ്രയാസമാണ്. കൂടാതെ വലിയ സമ്മർദ്ദത്തെയും അതിജീവിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇതൊട്ടും എളുപ്പമാകില്ല. പിന്നീട് ഓപ്പണിംഗിലേക്ക് തിരിച്ചുവരവ് നടത്താൻ വൈഭവിൻ്റെയും അഭിഷേകിൻ്റെയും പ്രകടനം മോശമാകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ആ വാതിലും സഞ്ജുവിന് മുന്നിലടയും. ഏഷ്യൻ ഗെയിംസിലൂടെ തന്നെ പ്ലേയിങ് ലെവലിൽ ഇത്തരമൊരു മാറ്റം ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഏഷ്യൻ ഗെയിംസിന് മുമ്പ് നടക്കുന്ന അഫ്ഗാൻ T20 പരമ്പരയിലെ പ്രകടനവും നിർണായകമാവും. യുവത്വവും പരിചയസമ്പത്തും ചേർന്ന ശ്രേയസരുടെ ഈ പുതിയ പടയണിയിൽ സഞ്ജുവിൻ്റെ റോൾ എന്താകുമെന്ന് വരും മത്സരങ്ങൾ തീരുമാനിക്കും. ടീമിനായി ഏത് റോളിലും തിളങ്ങാൻ സഞ്ജു തയ്യാറാണെങ്കിലും ഓപ്പണർ റോളിൽ നൽകുന്ന എത്ര ഇമ്പാക്റ്റ് മിഡിൽ ഓർഡറിൽ കിട്ടുമോ എന്ന് കണ്ടറിയണം.